കാട്ടാന ഭീതിയിൽ മൂന്നാർ. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. വാഹനത്തിനും കേടുപാടുകൾ പറ്റി. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഇവർ ഈ കാറിൽ ചാരിക്കുക, അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവര പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാട് വിട്ടിറങ്ങുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടിമാലി 14-ാം മൈൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. കൃഷിയിടത്തിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചതോടെ വനംവകുപ്പ് പരിശോധന നടത്തി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 17-ാം വാർഡിന്റെ ഭാഗമായ 14-ാം മൈൽ ഭാഗത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസി ബാബുവാണ് ഏലത്തോട്ടത്തിൽ പുലിയെ കണ്ടത്. ഞാൻ പണിസ്ഥലത്തേക്ക് വരുമ്പോൾ വഴിയുടെ താഴെ ഒരു പുലി നിൽക്കുന്നതായിട്ട് കണ്ടത്. ജാതിയുടെ ചുവട്ടിൽ നല്ല വലിപ്പമുള്ള പുലിയാണ്. ഈ പുലിയെ കണ്ട് ഒച്ച വെച്ചപ്പോൾ ഈ പുലി ജാതിയുടെ പുറയിലേക്ക് മാറിപ്പോയി. പുലിയെ കണ്ടതോടെ ഭയന്ന ബാബു പഞ്ചായത്ത് അംഗത്തെയും പ്രദേശവാസികളെയും വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം റൂബി സജി, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി പരിശോധിച്ചു. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി.